ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. ഫേസ് ടു ഫേസിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് കുസാറ്റിലെ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ആദ്യം ചോദിക്കുന്നത്, എന്താണ് നമ്മളിങ്ങനെ ചൂടാകുന്നത്? പൊതുവെ ഈ വർഷം വേനൽക്കാലത്തിന് ഫെബ്രുവരി തൊട്ട് ഇപ്പൊ മൂന്നാർ, ഇടുക്കി ജില്ലയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മൂന്നാറിലൊക്കെ ഈ വർഷം വിന്റർ ഇല്ലാത്ത ഒരു സമയമാണ് കടന്നുപോയത്. അതൊക്കെ അറിയാം, നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് മൂന്നാറിന്റെ ടൂറിസം മേഖലയൊക്കെ ഈ വർഷം വളരെയധികം നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്ത ഒരു ഫാക്ടറാണ്. അപ്പം പൊതുവെ കഴിഞ്ഞ വർഷം ആഗോള തലത്തിൽ തന്നെ 2023 ഏറ്റവും ചൂട് കൂടിയ വർഷമായിരുന്നു. 2016 ഇതിനു മുമ്പ് ഏറ്റവും ചൂട് കൂടിയ വർഷം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടില്. പക്ഷെ അതിനെ കൂടെ കവച്ചു വെച്ചുകൊണ്ടായിരുന്നു 2023 ഏറ്റവും ചൂട് കൂടിയ വർഷമായിട്ട് മാറിയത്. അത് ആഗോളതലത്തിൽ ഒരു എല്ലിനോ പ്രതിഭാസം നിലനിന്നതാണ് അതിന് കാരണം. അപ്പൊ അവിടെ അത് ഈ വർഷവും തുടക്കത്തിൽ തുടർന്നു വന്നത് ഈ വർഷത്തെ ലോകവ്യാപകമായിട്ട് പല പ്രദേശങ്ങളിലും, ഇന്ത്യയിൽ മാത്രമല്ല, ക്രിസ്മസോട് അനുബന്ധിച്ച് പല മേഖലകളിലും ഇതുപോലെ നമ്മൾ അനുഭവിക്കുന്ന തരത്തിലുള്ള ഹീറ്റ് വേവ്സ് പല പ്രദേശത്തും അനുഭവിച്ച ഒരു വർഷമാണിത്. അപ്പം അതിന്റെ ഒരു തുടർച്ച എന്നവണ്ണം ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ നമുക്ക് ലഭിക്കേണ്ടതിനേക്കാളും കൂടുതൽ താപനിലയാണ് പല പ്രദേശത്തും അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ചും നമ്മുടെ മലയോര മേഖലകളിൽ ഈ വർഷം വിന്റർ ഇല്ലായിരുന്നു എന്ന് വേണേൽ പറയാം. കാരണം മൂന്നാറൊക്കെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നെഗറ്റീവ് ടെമ്പറേച്ചറിലേക്ക് പോയ ഒരു സമയം ഉണ്ടായിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഡോക്ടർ അഭിലാഷ്, മൂന്നാറിലൊക്കെ സാധാരണഗതിയിൽ എല്ലാ വിന്റർ സീസണിലൊരു സൈലന്റ് വാലി പോലുള്ള ചില പ്രദേശങ്ങൾ, അങ്ങനെ ചില പ്രദേശങ്ങളിൽ -4, -5 വരെ കിടക്കാറുണ്ട്. മൂന്നാറിൽ -1 ഒക്കെ വരാറുണ്ട്. മൂന്നാറിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ -4. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. അതെ, പ്രത്യേകിച്ച് മൂന്നാറിൽ ഒരു 10-അടുപ്പിച്ചുള്ള താപനിലയായിരുന്നു കഴിഞ്ഞ വിന്റർ സീസണിലും അനുഭവപ്പെട്ട. ഒരു 5-നും 10-നും ഇടയ്ക്കുള്ള ഒരു മിനിമം ടെമ്പറേച്ചർ ആയിരുന്നു. അപ്പം അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ മലയോര മേഖലകളിൽ പോലും, ഈവൻ മൂന്നാർ മാത്രമല്ല, വയനാട് ജില്ലയിലാണെങ്കിൽ പോലും ഈ വർഷം വിന്റർ ഇല്ലാത്ത ഒരു കാലഘട്ടമായിട്ടാണ് കേരളം കടന്നുപോയത്. അതിന് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ എല്ലിനോ പ്രതിഭാസം നിലനിന്നതും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സതേൺ പെനിൻസുലാർ റീജിയനിൽ, അതായത് സൗത്ത് ഇന്ത്യയുടെ ഭാഗത്ത് ഒരു അതിമർദ്ദ മേഖല രൂപം കൊള്ളുകയും അത് കാരണമാണ് നമ്മുടെ പ്രദേശത്ത് ആ ഒരു ശരാശരിയിൽ നിന്നും ഒരു 2-3, അതായത് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് ലഭിക്കേണ്ട താപനിലയേക്കാളും ഒരു 3 ഡിഗ്രി വരെ ഉയർന്ന താപനില കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ വിന്ററിൽ നമുക്ക് അനുഭവപ്പെട്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തെക്ക് കിഴക്കൻ അറബിക്കടൽ, അതായത് കേരളത്തിന്റെ സമീപത്തുള്ള അറബിക്കടലിന്റെ താപനിലയും ഏകദേശം ഒരു 1.5 ഡിഗ്രി 2 ഡിഗ്രി കൂടുതലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു 29-30 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് പിടിച്ച് കിടക്കുന്ന തരത്തിലേക്ക് അറബിക്കടലിലും മാറി.
അപ്പൊ ഇങ്ങനെ പല ഘടകങ്ങളാണ് ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ നിലനിന്നിരുന്നത്. അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥ. അതായത് നമ്മൾ മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും പകുതിയോടുകൂടി അനുഭവപ്പെടുന്ന ഒരു വേനൽക്കാലത്തിന്റെ പ്രതീതിയാണ് ഈ വർഷം ഫെബ്രുവരി മാസം തൊട്ട് തുടങ്ങിയത്. അപ്പൊ അത് കാരണമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഏപ്രിൽ മാസം ഒക്കെ ആകുമ്പോൾ നമുക്ക് കാണുന്ന, അല്ലെങ്കിൽ മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു ചൂടിലേക്കും അതിന്റെ ഭാഗമായിട്ടുള്ള പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ, ഇപ്പം കുടിവെള്ളത്തിന്റെ കാര്യത്തിലായാലും കാർഷിക മേഖലയിലായാലും, അങ്ങനെ ഇപ്പം ഇവൻ മത്സ്യബന്ധന മേഖലയിൽ ഇപ്പം കൂടിക്കിടക്കുന്നത് കൊണ്ട് അറബിക്കടലിൽ കേരളത്തോട് ചേർന്ന പ്രദേശങ്ങളിലും മത്സ്യലഭ്യത വളരെ വലിയ തോതിൽ ഈ വർഷം കുറഞ്ഞു എന്നുള്ളതാണ് കണക്ക്. അപ്പൊ ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു അൺപ്രസിഡന്റഡ് ആയിട്ട്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാലഘട്ടത്തിൽ ഫെബ്രുവരിയിലെ ഈ സമ്മർ സീസൺ തുടങ്ങി, അത് മാർച്ചിൽ കണ്ടിന്യൂ ചെയ്തു പോയി. അപ്പം ഏപ്രിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ജലദൗർലഭ്യം, അല്ലെങ്കിൽ സമ്മറിന്റെ ഒരു പീക്ക് സീസണിൽ നമ്മൾ സാധാരണഗതിയിൽ അനുഭവിക്കുന്ന ഈ കുടിവെള്ളക്ഷാമം, അതൊക്കെ നമ്മൾ ഈ പ്രാവശ്യം മാർച്ച് തൊട്ടേ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പ്രദേശം, ഇപ്പം പാലക്കാടൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കൊയ്യാൻ പാകമായി എത്തിയ നെൽക്കതിരുകൾ ഉണങ്ങിയിട്ട് അവര് പാടശേഖരം തന്നെ തീയിട്ട് നശിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കാർഷിക മേഖല കൂടി മാറി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യാഘാതം എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളായാലും ഇപ്പോൾ എല്ലാവരും ഈ ഇലക്ഷന്റെ ചൂട് പുറത്ത് ചൂട്, അതുകൂടെ ഇലക്ഷന്റെ ചൂട്, അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ പൊതുവെ ജനങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഒരു മുഖ്യധാരയിൽ ചർച്ച പോലും ആകുന്നില്ല എന്നുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം എല്ലാവർക്കും ഇങ്ങനെ ഇപ്പം കാർഷിക മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കുടിവെള്ള ക്ഷാമവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇതിനെപ്പറ്റി ഒന്നും ഒരു ചർച്ച പോലും ആകുന്നില്ല എന്നുള്ള ഒരു വലിയൊരു ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതൊരു പൊതുസമൂഹം ചർച്ച പോലും ചെയ്യുന്നില്ല. ഡോക്ടർ അഭിലാഷ്, മറ്റൊരു കാര്യം, ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ടാകും എന്നതുപോലെ തന്നെ ഈ വലിയ ചൂട് കൂടുന്നതിൻ്റെ ഒരു പ്രത്യാഘാതം ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് വിവരിക്കാൻ കഴിയുമോ? അതെ, തീർച്ചയായിട്ടും. ഒരുപക്ഷെ തങ്കച്ചൻ ഓർമ്മയുണ്ടെങ്കിൽ കഴിഞ്ഞ മെയ് മാസത്തിലാണ് നമ്മൾ ചൂട് കൂടിയിട്ട് മഴയില്ലാത്ത ഒരു അവസ്ഥയെ പറ്റി ഏകദേശം ഇപ്പൊ ഒരു വർഷം ആകുന്നു. കഴിഞ്ഞ മെയ് മാസത്തിലാണ് നമ്മൾ ഈ കാർഷിക മേഖലയിലെ ഈ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തത്. പക്ഷെ അത് നമ്മൾ ഈ വർഷം 1.5 മാസം മുന്നേ ചർച്ച ചെയ്തു എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ വർഷത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പം അവിടെ നമ്മള് ഇവിടെ ഈ ഇപ്പം ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ എല്ലിനോ സർക്കുലേഷൻ നിലനിർന്ന കാരണമാണ് നമുക്ക് ഈ ചൂട് കൂടാനുള്ള ഒരു പ്രധാന പ്രശ്നമായിട്ട് വന്നതെങ്കിൽ അതൊരു ഏപ്രിൽ മാസത്തോടുകൂടി, ഈ മാസം അവസാനത്തോടുകൂടി ഈ എല്ലിനോ കണ്ടീഷൻ ഒന്ന് ഈസി ചെയ്യുന്നുണ്ട്, മാറിപ്പോകുന്നുണ്ട്, അത് ന്യൂട്രലിലേക്ക് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മൺസൂൺ മഴ അതിന്റെ പീക്ക് സീസണിൽ എത്തുന്ന ഓഗസ്റ്റ് സമയമാകുമ്പോഴേക്കും ഇതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷനായിട്ട് ലാനിന ഫേസിലേക്കും മാറാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓഷ്യനിലെയും ഞാൻ ചൂട് കൂടി പിടിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്റർ സീസണിൽ ഇന്ത്യൻ ഓഷ്യന്റെ ഈ ഭാഗത്ത് ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു നെഗറ്റീവായിട്ട് ഭയങ്കര സമ്മർ നേരത്തെ കൊണ്ടുവരുമെങ്കിൽ ഈ സമ്മർ സീസണിൽ നമ്മുടെ മൺസൂൺ കാലഘട്ടത്തിലാണ് ഈ അറബിക്കടലിൽ ചൂട് കൂടിയിരിക്കുന്നതെങ്കിൽ ഒരു പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ആണെങ്കിൽ അത് കൂടുതലും നമുക്ക് അതിശക്തമായിട്ടുള്ള മഴയുടെ രൂപത്തിലായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പം ഇതിന് തങ്കച്ചൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ മറ്റൊരു വശമാണ് തെക്ക് കിഴക്കൻ അറബിക്കടല് ഇപ്പോൾ ചൂട് കൂടി നിൽക്കുന്നത് നമുക്ക് കൂടുതൽ ഉഷ്ണതരംഗങ്ങളുടെ രൂപത്തിൽ അനുഭവപ്പെടുന്നുവെങ്കിൽ അത് മൺസൂൺ സീസണിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചൂട് കൂടി നിന്നാൽ ഒരുപക്ഷെ നമുക്കത് വലിയ മഴയുടെ അതിതീവ്രമായിട്ടുള്ള ഈ മേഘവിസ്ഫോടനങ്ങളുടെ കൂട്ടുള്ള മഴയുടെ രൂപത്തിലേക്കായിരിക്കും നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ മലയോര മേഖല അടുത്ത ഒരു സീസൺ അല്ലെങ്കിൽ ഒരു മഴക്കാലം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണോ അങ്ങ് പറഞ്ഞു വെക്കുന്നത്? അല്ല, നമ്മളിത് ഒരു അടുത്ത മൺസൂൺ കാലഘട്ടത്തെ പറ്റി ഒരു വ്യക്തമായ ധാരണയൊന്നും നമുക്ക് നിലവിൽ ഇല്ല. എങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ മിതമായ മഴ ദിനങ്ങൾ കുറയുന്നതും അത് ചെറിയ തോതിലുള്ള മഴ ദിനങ്ങൾ, പ്രത്യേകിച്ച് മൺസൂൺ കാലഘട്ടത്തിൽ
മിതമായ മഴദിനങ്ങൾ കുറയുകയും അതിതീവ്രമായിട്ടുള്ള മഴദിനങ്ങൾ കൂടുകയും ചെയ്യുന്നു. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ മേഘങ്ങളുടെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം. അത് അറബിക്കടലിന്റെ ചൂട് പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചില അവസരങ്ങളിൽ എല്ലാ ദിവസവും ഈ മേഘവിസ്ഫോടനം അല്ലെങ്കിൽ അതിതീവ്ര മഴ ഉണ്ടാവും എന്നല്ല ഞാൻ പറഞ്ഞത്. ചില ഘടകങ്ങൾ ഈ നമ്മുടെ അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഒരു ഓഫ് ഷോർ ട്രഫ് ന്യൂനമർദ്ദ പാത്തി രൂപം കൊള്ളുന്ന അവസരങ്ങളിൽ, അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ വലിയൊരു ന്യൂനമർദ്ദ സാഹചര്യമുള്ള അവസരങ്ങളിൽ, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ മൺസൂൺ കൊണ്ടുവരുന്ന കാറ്റ് നേരെ പെർപെൻഡിക്കുലറായിട്ട് നമ്മുടെ മലയോര മേഖലകൾക്ക് പെർപെൻഡിക്കുലറായിട്ട് വീശുന്നത് കൊണ്ട് കൂടുതൽ നീരാവി എത്തി അത് വലിയ മേഘരൂപീകരണത്തിന് സാധ്യമാകുന്നു. അത്തരം അവസരങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഈ മലയോര മേഖലകൾ പ്രത്യേകിച്ചും കുറെ കാലഘട്ടങ്ങളായിട്ട് നമ്മൾ ഇടുക്കിയിലായാലും വയനാട്ടിലായാലും കോഴിക്കോടും കണ്ണൂരും ഒക്കെ കണ്ടുവരുന്ന ഈ സ്ലോപ്പ് കൂടിയ പ്രദേശങ്ങളിൽ ഇത്തരം അതിതീവ്രം മഴയെന്ന് പറയുന്നത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം 34% മഴക്കുറവായിരുന്നു മൺസൂൺ സമയത്ത്. എന്നിരുന്നാൽ പോലും ഇടുക്കി ജില്ലയിലെ പല പ്രദേശങ്ങളിലും ഏക്കർ കണക്കിന് കൃഷിഭൂമി നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പം മൺസൂൺ മഴ 34% കുറഞ്ഞിരിക്കുന്ന അവസരങ്ങളിൽ പോലും നമുക്ക് ഇടുക്കിയിലും അതുപോലെ തന്നെ കണ്ണൂരും മറ്റും ലാൻഡ് സ്ലൈഡുകളും ഉണ്ടാകുന്നു. അതിനോടനുബന്ധിച്ച് വലിയ തോതിൽ കൃഷിനാശം ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മൾ ഇനിയും ഇത് വളരെ കുറെ 2-3 വർഷമായിട്ട് ഒരുപക്ഷെ നമ്മൾ തന്നെ പല അവസരങ്ങളിലും ഇതിനെപ്പറ്റി ധാരാളം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു പോളിസി ലെവലിൽ ഇതിനെ പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറുന്നതായിട്ടൊന്നും കാണാനും സാധിക്കുന്നില്ല. ഈ ചുട്ടുപൊള്ളുന്ന ചൂട് ഇപ്പോൾ നമ്മൾ ഇതൊരു ചെറിയൊരു പ്രതിഭാസമാണോ, അല്ലെങ്കിൽ ഇത് ഗ്രാജുവലായിട്ട് ഇനി കേരളത്തിൽ അങ്ങനെ തുടരുമെന്ന് അങ്ങനെ കരുതാൻ കഴിയുമോ? അതായത് ഇപ്പോൾ ഈ ഒരു വർഷം ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയൊരു പ്രതിഭാസമായിട്ട് ഇതിനെ കാണുകയാണോ വേണ്ടത്? അതോ പൊതുവേ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഒരു ചേഞ്ച് ഗ്രാജുവലായിട്ട് വീണ്ടും ഇങ്ങനെ ചേഞ്ചുകൾ വരുന്നു, ചൂട് കൂടുന്നു, ഉഷ്ണം കൂടുന്നതിൻ്റെ അനുസരിച്ച് അതിതീവ്രമായ മഴ പെയ്യുന്നു, അങ്ങനെ ആ ക്ലൈമറ്റ് കേരളത്തിൻ്റെ ക്ലൈമറ്റ് നമ്മൾ പ്രവചിക്കുന്നതിനപ്പുറമായി മാറുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പം ഈ വർഷം ഉണ്ടായ പോലെ തന്നെ അടുത്ത ഫെബ്രുവരിയിൽ ഉണ്ടാവണമെന്ന് നമുക്ക് അങ്ങനെ അനുമാനിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ചൂടിന്റെ കാര്യത്തിൽ ഓരോ വർഷവും ഏകദേശം 40 ഡിഗ്രിക്ക് അടുത്തേക്ക് പല മേഖലകളിലും ചൂടെത്തുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വർഷം ഫെബ്രുവരി മുതൽ തന്നെ 100 മില്യൺ യൂണിറ്റിലേക്ക് നമ്മുടെ വൈദ്യുതി ഉപഭോഗം കൂടുന്ന ഒരവസ്ഥ. സാധാരണ അത് ഏപ്രിലൊക്കെയാണ് ഉണ്ടാകുന്നത്. അത് ഈ വർഷം ഫെബ്രുവരി മുതൽ തന്നെ സർവകാല റെക്കോർഡിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇത് കഴിഞ്ഞ വർഷം എല്ലാ വർഷവും ഇതുണ്ടാകുന്നതാണ്. എല്ലാ വർഷവും പീക്ക് സമ്മർ ആകുമ്പോൾ ഏപ്രിൽ അല്ലെ മെയ് മാസത്തിൽ നമ്മുടെ വൈദ്യുതി ഉപഭോഗം 100 മില്യൺ യൂണിറ്റ് കടന്ന് ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പൊ എല്ലാ വർഷവും ആ ചൂട് ഉണ്ടാകുന്നുള്ളതാണ്. പക്ഷെ ഈ വർഷം അബ്നോർമലായിട്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഫെബ്രുവരിയിൽ തന്നെ ഈ സമ്മർ തുടങ്ങിയതിന്റെ ഒരു പ്രത്യാഘാതം എല്ലാ മേഖലയിലും ദൃശ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ വർഷത്തെ വേറിട്ട് നിർത്തുന്നത്. അടുത്ത വർഷം ഇതുപോലെ തന്നെ സംഭവിക്കണമെന്നില്ല. എന്നിരുന്നാൽ പോലും 1-2 ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇതുപോലെ അതിതീവ്രമായിട്ടുള്ള ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളിലേക്കാണ് കേരളവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടത് മഴയുടെയോ അല്ലെങ്കിൽ ഈ ചൂടിന്റെയോ പാറ്റേണോടൊപ്പം തന്നെ വ്യാപകമായിട്ട് കേരളത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളം മുഴുവൻ ഒരു വലിയ അർബനൈസേഷനിലേക്ക് പോകുന്നു. നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം തീരദേശ മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൈവേ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 50-60 മീറ്റർ വീതിയിൽ 600-700 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മൾ ഹൈവേ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് എത്രയോ മലകളും കുന്നുകളും വൃക്ഷങ്ങളുമാണ് നമ്മൾ വെട്ടി നശിപ്പിച്ചത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000-1500 ഹെക്ടർ സ്ഥലമാണ് നമ്മുടെ ഈ ഹൈവേ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ലാൻഡ് യൂസിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ ചൂടിന്റെ കാര്യത്തിലായാലും മഴയുടെ കാര്യത്തിലായാലും ഒക്കെ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള വരുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. അത് നമ്മുടെ ലാൻഡ് യൂസിൽ ഉണ്ടാകുന്ന ഈ വലിയൊരു മാറ്റം ഇത് അതിതീവ്ര മഴയുടെ രൂപത്തിലും അതുപോലെ തന്നെ വലിയ ഉഷ്ണത്തിന്റെ ഇപ്പം ഫെബ്രുവരി മാസം എടുത്തു കഴിഞ്ഞാൽ പാലക്കാടും ചൂട് കൂടുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ പോലെ കോഴിക്കോടും അതുപോലെ തന്നെ ആലപ്പുഴയും ഒക്കെ
37-36 ഡിഗ്രിയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പം നമ്മൾ കൺവെൻഷനലായിട്ട് കണ്ടുവരുന്ന ചൂട് കൂടുന്ന പ്രദേശങ്ങളെക്കാൾ ഉപരി ഇടനാടുകളിൽ പോലും ജനജീവിതം ദുസ്സഹമാകുന്ന തരത്തിലേക്ക് ഈ ഉഷ്ണതരംഗങ്ങൾ, ഉഷ്ണവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഹ്യൂമിഡിറ്റിയുടെ ഒരു ഫാക്ടർ വരുമ്പോൾ ഒരു ഹീറ്റ് ഇൻഡെക്സ്, അത് നമുക്ക് അനുഭവവേദ്യമാകുന്ന ചൂട് കൂടുന്നു. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു വലിയ ഒരു ഹെൽത്ത് കൺസേൺ നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യത്തിന്, ജനങ്ങളുടെ മാത്രമല്ല കാർഷിക മേഖലയെ പറ്റി നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ മൃഗസംരക്ഷണത്തിലായാലും നമ്മുടെ ഈവൻ നമ്മുടെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ തുടങ്ങിയതിന്റെ ഒരു കാരണം ഒരു പക്ഷേ ഈ നമ്മുടെ വനങ്ങളിലും മറ്റും ഉണ്ടായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള ഇത്തരം ജലദൗർലഭ്യവും ചൂട് കൂടുന്നതും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് വനങ്ങളിൽ ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷ്യലഭ്യത ഇല്ലാതെ വരുന്നതിന്റെ ഒക്കെ കാരണമായിട്ടാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഈ വന്യമൃഗങ്ങളും മറ്റും ഈ വർഷം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്നത് ഈ വർഷമാണ്. അത് വൻതോതിൽ ഈ വർഷം കണ്ടുവരുന്നതിനുള്ള ഒരു കാരണം അതുകൂടിയായിരിക്കാം. അപ്പോൾ അത്തരം പഠനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ആ ഒരു പൊതുവായിട്ടുള്ള ഒരു കാലാവസ്ഥാപരമായിട്ടുള്ള നമ്മൾ അനുഭവിച്ചു വരുന്ന ആ ഒരു രീതി മാറുന്ന ഒരു അവസ്ഥയിലാണ്. അതുപോലെ മഴയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ കൂടുതലും അതിതീവ്ര മഴ കിട്ടുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചറിയാം. അങ്ങ് ഈ വന്യമൃഗശല്യത്തിൻ്റെ ഒരു ഇതിലേക്ക് അങ്ങ് നമ്മുടെ ചർച്ച കടന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അതായത് നമ്മുടെ സ്വാഭാവിക വനങ്ങളിലെ ഇപ്പോൾ കണക്ക് പരിശോധിക്കുമ്പോൾ നമ്മുടെ സ്വാഭാവിക വനങ്ങളിലെ ആ സ്വാഭാവികമായി വളർന്നു വന്നിരുന്ന മരങ്ങളെല്ലാം വെട്ടി നീക്കിയതിന് ശേഷം അവിടെയെല്ലാം യൂക്കാലിയും അക്കീഷിയും ഈ അധിനിവേശ സസ്യങ്ങൾ ഇപ്പോൾ പലയിടങ്ങളിലും അതിൻ്റെ വലിയൊരു ഭീകരമായ കണക്കാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ. സ്വാഭാവിക വനങ്ങളിൽ ഇപ്പോൾ ഇടുക്കിയിലെ 8ഓളം ഈ സംരക്ഷിത വനമേഖലയിൽ യൂക്കാലിയും ഗ്രാൻഡീസും അതുപോലെ വാറ്റിൽ പോലെയുള്ള മരങ്ങൾ അത് വലിയ തോതിൽ 5000 ഹെക്ടർ മുതൽ 8000 ഹെക്ടർ അങ്ങനെ ഓരോ പ്രദേശത്തും ഈ രീതിയിലുള്ള കൃഷി വരികയും ഈ അവിടെ വലിയ തോതിൽ ഇപ്പോൾ യൂക്കാലി കൃഷി ചെയ്യുന്ന ആ മേഖലയിലെല്ലാം നീരുറവുകളെല്ലാം തന്നെ വറ്റിയിട്ടുണ്ട്. അവിടെ വലിയ ഒരു ഉഷ്ണം മേഖലയായി മാറി. അതായത് ഈ സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ വട്ടവട പോലെയുള്ള സ്ഥലങ്ങളിൽ അത് ശീതകാല പച്ചക്കറി, എപ്പോഴും ശീതകാലമാണ് അവിടെ. അപ്പോൾ അങ്ങനെ ശീതകാല മേഖലയൊക്കെ വരണ്ടുണങ്ങി ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പലയിടങ്ങളും മാറിയിട്ടുണ്ട്. മറയൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ പ്രതിഭാസം വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ സ്വാഭാവിക വനങ്ങളിലേക്കുള്ള കടന്നുകയറ്റം, പ്രത്യേകിച്ച് പുൽമേടുകളൊക്കെ നശിപ്പിച്ചതിന് ശേഷമാണ് ഈ യൂക്കാലി പോലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. അത് ഹെക്ടർ കണക്കിനാണ്. അപ്പോൾ അത് നമ്മുടെ വനത്തിൻ്റെ സ്വാഭാവിക വനത്തിൻ്റെ 26% ഈ അധിനിവേശ സസ്യങ്ങൾ സാമൂഹിക വനവൽക്കരണത്തിൻ്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ചതാണ്. ഇപ്പോൾ അത് നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ള അധിനിവേശ സസ്യങ്ങൾ നമുക്ക് ചേരാത്ത വൃക്ഷങ്ങൾ വന്ന് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തെ സ്വാധീനിക്കുന്നതായി കരുതുന്നുണ്ടോ? തീർച്ചയായും മലയോര മേഖലകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വനമേഖലകളിൽ പല സ്ഥലങ്ങളിലും ഈ ചതുപ്പ് പ്രദേശങ്ങളിലും മറ്റും സ്വാഭാവികമായിട്ട് നേറ്റീവായിട്ടുള്ള വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിച്ചുകൊണ്ട് വൻതോതിൽ ഈ പറഞ്ഞ പോലെ അതും സമശീതോഷ്ണ മേഖലയിൽ അല്ലെങ്കിൽ മിതോഷ്ണ മേഖലകളിൽ വളരുന്ന അധികം വെള്ളമില്ലാത്ത സ്ഥലത്ത് എന്നാൽ കൂടുതൽ വെള്ളം ഗ്രൗണ്ട് വാട്ടർ വരെ വലിച്ച് എടുക്കുന്ന തരത്തിലുള്ള വൃക്ഷങ്ങൾ നമ്മുടെ ഈ വെസ്റ്റേൺ ഗാർഡ്സിൽ കൊണ്ടുവെക്കുന്ന, അപ്പം നമ്മുടെ ആ ഒരു എക്കോസിസ്റ്റത്തിന് അല്ലെങ്കിൽ നമ്മുടെ വനത്തിന് പരിചിതമല്ലാത്ത ഇത്തരം വൃക്ഷങ്ങൾ വൻതോതിൽ പല പോളിസിയുടെ പാർട്ടായിട്ട്, വനവൽക്കരണത്തിന്റെ ഒക്കെ പാർട്ടായിട്ട് അധിനിവേശ സസ്യങ്ങളും അത് ഇത്തരം വലിയ മരങ്ങളും എത്തിച്ചേർന്നത് പൊതുവെ നമ്മുടെ മൈക്രോ ക്ലൈമറ്റിനെ, അതായത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥ, അതാണ് മൈക്രോ ക്ലൈമറ്റ്. അപ്പം മൈക്രോ ക്ലൈമറ്റിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഈ നമുക്കറിയാം മഴ ഇല്ലാത്ത സമയത്ത് ഈ കാടുകളിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നും മറ്റും ഉണ്ടാകുന്ന ആ ഒരു ഇവാപ്പോ ട്രാൻസ്പിരേഷൻ, അതായത് ചെടികളിലും ഇലകളിലും അതുപോലെ തന്നെ മണ്ണിലും ഒക്കെ തങ്ങി നിൽക്കുന്ന വെള്ളം ഇവാപ്പറേറ്റ് ചെയ്തിട്ടാണ് ലോക്കലായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ മേഘങ്ങളും അതുപോലെ തന്നെ ലോക്കലായിട്ട് കിട്ടുന്ന മഴയുടെ മഴ ലഭിക്കുന്നതിന്റെ വെള്ളത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ഇത്തരം വെള്ളം തങ്ങി നിൽക്കുന്ന ഇലകളുള്ള സ്വാഭാവികമായിട്ടുള്ള മരങ്ങൾ ഉള്ളപ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പം ഇത്തരം മരങ്ങളാണ് മാറ്റിയിട്ട്
വെള്ളം ഒട്ടും തങ്ങി നിൽക്കാത്ത തരത്തിലുള്ള, അതായത് മരുഭൂമി അതുപോലുള്ള പ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലകളിലും മറ്റും കാണുന്ന തരത്തിലുള്ള ഇലകളുള്ള ചെടികളും മറ്റും വരുമ്പോൾ ഇത്തരം ഇവാപ്പോ ട്രാൻസ്പിറേഷനെ പോലും അത് മൈക്രോ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുകയും അങ്ങനെ അത് ലോക്കലായിട്ട് ഉണ്ടാകുന്ന മഴയെ പോലും സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, വലിയ മഴ വരുമ്പോൾ, ഇപ്പം അതിതീവ്ര മഴ അല്ലെങ്കിൽ മേഘവിസ്ഫോടനത്തിന്റെ ഗണത്തിലുള്ള മഴ, ഇതൊക്കെ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ പെട്ടിമുടിയിലായാലും മൂന്നാറിന്റെ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന പല സ്ലോപ്പുകളിലായാലും ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മൾട്ടി ക്രോപ്പിംഗ് പാറ്റേൺ അല്ലാതെ ഒരു ഏകവിള കാർഷിക സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വൃക്ഷങ്ങളും അവിടുത്തെ നേറ്റീവായിട്ടുള്ള വൃക്ഷങ്ങളും എല്ലാം മാറ്റിക്കൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിളകൾ മാത്രം, ഇപ്പം കാപ്പി കൃഷി അല്ലെങ്കിൽ തേയിലക്കൃഷി, ഇങ്ങനെയുള്ള ചെടികൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള വെള്ളത്തെ റീറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ മണ്ണിനെ പിടിച്ചു നിർത്തുന്ന വലിയ വേരുകളുള്ള വൃക്ഷങ്ങൾ, അതായത് ഇത്തരം വൃക്ഷങ്ങളെ നിലനിർത്തിക്കൊണ്ട് അതിനുള്ളിലുള്ള ഒരു കാർഷിക രീതിയിലേക്ക് പോകാതെ അത് മൊത്തവും വെട്ടി നശിപ്പിച്ചിട്ട് ഉള്ള ഒരു കൃഷി രീതിയിലേക്കും അല്ലെങ്കിൽ പ്ലാന്റേഷൻ ഒരു കൾച്ചറിലേക്ക് നമ്മൾ പോയതിന്റെ ഒക്കെ ഫലമായിട്ടാണ് ഈ മേഖലകളിൽ വലിയ തോതിൽ മഴയുണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ലാൻഡ് സ്ലൈഡ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണവും. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പലതരത്തിലും മൈക്രോ ക്ലൈമറ്റിന്റെയും ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ഇത്തരം കാലാവസ്ഥാപരമായിട്ടുള്ള ദുരന്തങ്ങളുടെ ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ അധിനിവേശ സസ്യങ്ങളുടെയും വലിയ മരങ്ങളുടെയും ഒക്കെ ഒരു കടന്നുകയറ്റം അതിൽ മൈക്രോ ക്ലൈമറ്റിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. യെസ്. ഞാനിപ്പോൾ എന്തായാലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മുന്നിൽ തന്നെ ഈ വനമേഖലയിൽ, അതായത് പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ, വനമേഖല എന്ന് പറയുന്നത് സാധാരണ വനമല്ല, അതായത് വൈൽഡ് ലൈഫ് സാഞ്ചുറി പോലെയുള്ള പ്രദേശത്ത് നട്ടുവളർത്തിയിരിക്കുന്ന ഈ യൂക്കാലി പോലെയുള്ള മരങ്ങളുടെ കണക്ക് എൻ്റെ മുൻപിലുണ്ട്. അപ്പോൾ അത് നമുക്ക് കൂടെ 12ഓളം വരുന്ന, അതായത് ആറളം മുതൽ ആനമല വരെയുള്ള ഈ ജില്ലകളിലുള്ള 12ഓളം വൈൽഡ് ലൈഫ് സാഞ്ചുറികളിൽ തേക്ക് വൃക്ഷം തന്നെ വെച്ചിരിക്കുന്നത് 17,642 ഹെക്ടർ, യൂക്കാലി വെച്ചിരിക്കുന്നത് 6,811 ഹെക്ടർ, അതുപോലെ തന്നെ വാറ്റിൽ വെച്ചുകൊണ്ടിരിക്കുന്ന 1,468 ഹെക്ടർ, സോഫ്റ്റ് വുഡ് എന്ന രീതിയിൽ 2,750 ഹെക്ടർ. ഇങ്ങനെ മൊത്തം നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 30,000-ത്തിലധികം ഹെക്ടർ പ്രദേശത്ത് ഈ, അതായത് മറ്റു വനമേഖലയല്ല ഞാൻ പറയുന്നത്, അതായത് പ്രത്യേക സംരക്ഷിത വന്യജീവി സങ്കേതങ്ങളിൽ ഉള്ളിൽ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ 14 ജില്ലകളിലും ഈ തരത്തിലുള്ള വലിയ തോതിലുള്ള യൂക്കാലി, അതുപോലെ തന്നെ ഇത്തരം ഈ അധിനിവേശ സസ്യങ്ങളുടെ കൃഷി, ഇപ്പോൾ പല സംസ്ഥാനം, ഗോവ അത് നശിപ്പിക്കുന്നു, തമിഴ്നാട് നശിപ്പിക്കുന്നു, പക്ഷേ കേരളം മാത്രം അത് നശിപ്പിക്കുന്നില്ല. കർഷകൻ്റെ ഭൂമിയിൽ വെച്ചിരിക്കുന്നത് യൂക്കാലി പിഴുതുമാറ്റില്ലെങ്കിൽ കരമടയ്ക്കാൻ പറ്റില്ല, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയിൽ നിൽക്കുന്നത് വെട്ടാനും നശിപ്പിക്കാനും നമുക്ക് കഴിയുന്നില്ല. ഇതാണ് വലിയൊരു വിരോധാഭാസം. തീർച്ചയായിട്ടും അത് ഇടുക്കിയുടെ മാത്രം കണക്കാണ് പറയുന്നത്. അപ്പം കേരളം മൊത്തം നോക്കാനുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നമ്മുടെ മുഴുവൻ ഭൂവിസ്തൃതിയുടെ ഒരു 10-20% ഏരിയയും ഇങ്ങനത്തെ പ്രശ്നം അഭിമുഖീകരിക്കുന്ന സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ പ്രത്യാഘാതം ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ മൈക്രോ ക്ലൈമറ്റ് എന്നല്ല, നമ്മളെ കേരളത്തിന്റെ മുഴുവൻ കാലാവസ്ഥയെ മാറ്റുന്ന തരത്തിലേക്ക് അത് മാറാനുള്ള സാഹചര്യമാണുള്ളത്. കാരണം ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ മഴമേഘങ്ങൾ അല്ലെങ്കിൽ മൺസൂൺ സമയം ഒഴികെയുള്ള സമയങ്ങളിലുള്ള മഴയുടെ വെള്ളത്തിന്റെ ഒരു ഊർജം അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒരു സ്രോതസ്സായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ മരങ്ങളാണ്. അപ്പൊ ആ തരത്തിൽ ഇത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഇത്തരം വനമേഖലകൾ നഷ്ടപ്പെടുമ്പോൾ വന്യമൃഗങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന വന്യമൃഗങ്ങൾക്കും അത് പ്രശ്നമായിട്ട് മാറാറുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ വലിയ പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയുന്ന അതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തൊരു ചോദ്യം, ഇപ്പോൾ ഈ പ്രേക്ഷകർക്ക് മനസ്സിലാവും എലിനോ പ്രതിഭാസം എന്നതൊക്കെ പറയുമ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ സാധാരണ പ്രേക്ഷകർക്ക് എന്താണ് ഈ എലിനോ പ്രതിഭാസം എന്നതുകൂടി അങ്ങൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. എന്താണ് എലിനോ പ്രതിഭാസം? എലിനോ പ്രതിഭാസമാണ് ഇപ്പോഴത്തെ ഉഷ്ണതരംഗത്തിന് കാരണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൂടി ഒന്ന് വിശദീകരിക്കാൻ. എലിനോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ നടക്കുന്ന ഒരു പ്രതിഭാസമല്ല. ഇത് സമുദ്രത്തിൽ, പ്രത്യേകിച്ചും കിഴക്കൻ ശാന്തസമുദ്രത്തിൽ തെക്കൻ അമേരിക്കയോട് ചേർന്ന പെറുവിന്റെ ഭാഗത്തെ സമുദ്രതലത്തിന് അബ്നോർമലായിട്ട് ചൂടുപിടിക്കുന്ന ഒരവസ്ഥയാണ് എല്ലിനോ എന്ന് പറയുന്ന പ്രതിഭാസം. സ്വാഭാവികമായിട്ടും ആ സമുദ്രമേഖല
തണുത്ത സമുദ്രമേഖലയാണ്. അവിടെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി, ഏറ്റവും കൂടുതൽ ആൾക്കാർ പെറൂവിയൻ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റു മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളും മറ്റും വന്ന് മീൻ പിടിക്കുന്ന വലിയൊരു മേഖലയാണ്. അപ്പൊ ഈ എല്ലിനോ വരുന്ന വർഷങ്ങളിൽ ആ മേഖലയിലെ കടൽ വെള്ളത്തിന് വലിയ തോതിൽ ചൂട് വർദ്ധിക്കുകയും അവിടെയുള്ള മത്സ്യസമ്പത്ത് നശിക്കുകയും അങ്ങനെ ആ പ്രദേശത്ത് വലിയ തോതിൽ മഴയും മറ്റും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് എല്ലിനോ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് മഴയുടെ ബെൽറ്റുകൾ, അതായത് സ്വാഭാവികമായിട്ടും പടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിനോട് അടുപ്പിച്ച് നിലനിന്നിരുന്ന വലിയൊരു മഴമേഘങ്ങളുടെ ബെൽറ്റ് നേരെ കിഴക്കേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മേഖലയിൽ ഒരു അതിമർദ്ദ മേഖല നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അല്ലെങ്കിൽ കേരളത്തോടെ തെക്കൻ ഇന്ത്യയോടെ ഒക്കെ ചേർന്ന പ്രദേശത്ത് ഒരു അതിമർദ്ദ മേഖല രൂപപ്പെടുകയും അവിടെ വായു പ്രവാഹം മുകളിൽ നിന്ന് താഴോട്ടാകുകയും അതുവഴിയും ഒരു എക്സസ് ഹീറ്റിങ്ങിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുകയും മേഘരൂപീകരണത്തെ തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കിലോമീറ്റർ ദൂരെ ശാന്തസമുദ്രത്തിൽ നടക്കുന്ന ഒരു വലിയ പ്രതിഭാസം നമ്മുടെ മേഖലയിലെ കാലാവസ്ഥയും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വിദൂര സ്ഥലങ്ങളിൽ നടക്കുന്ന കാലാവസ്ഥാപരമായിട്ടുള്ള മാറ്റങ്ങൾ പോലും നമ്മുടെ മേഖലയിലും പ്രതിഫലനം ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണെന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലേ, മുൻപ് കുസാറ്റ് നടത്തിയ പഠനത്തിൽ അറബിക്കടലിൻ്റെ ഉപരിതലവും ഇതേപോലെ തന്നെ ചൂടാകുന്നു. അതൊരു എലീന പ്രതിഭാസമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നടക്കുന്നത് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയും. പക്ഷെ അത് സ്ഥിതി വ്യത്യസ്തമാണ്. ഇപ്പം പസഫിക് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സമുദ്രതടമാണ്. അതോടൊപ്പം തന്നെ പസഫിക് ഓഷ്യന് നോർത്തേൺ ആർട്ടിക്കുമായിട്ടും ഒക്കെ അങ്ങനെ ധ്രുവ പ്രദേശങ്ങളുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. പക്ഷെ അറബിക്കടലിന്റെ ഇന്ത്യൻ ഓഷ്യന്റെ ഒക്കെ ഒരു പ്രധാന പ്രശ്നം ഇത് ലാൻഡ് ലോക്ക്ഡ് ആണ്. നോർത്തേൺ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോളാർ റീജിയനുമായിട്ട് ധ്രുവ പ്രദേശങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം ഇവിടെ ചൂട് അറബിക്കടലിലോ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ നിലനിന്ന് അതിങ്ങനെ ഉയരുന്ന ഒരു അവസ്ഥയിലേക്ക്. അതുകൊണ്ടാണ് പസഫിക് സമുദ്രം 0.7 100 വർഷം കൊണ്ട് 0.7 ഡിഗ്രി സെൽഷ്യസ് കൂടിയ സ്ഥലത്ത് അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ചൂടായത് 1.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏകദേശം 0.5 0.6 ഡിഗ്രി കൂടുതലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്കടലിൽ ഉണ്ടാക്കുന്ന ചൂട് അവിടെ തന്നെ നിലനിൽക്കും. ഈ പസഫിക്കിൽ എന്ന് പറഞ്ഞാൽ എല്ലിനോ വരുന്ന വർഷങ്ങളിൽ കിഴക്കൻ സമുദ്രത്തിൽ ശാന്തസമുദ്രം ചൂടായി 2 വർഷം കഴിയുമ്പോൾ അത് അതുപോലെ തന്നെ തണുക്കും എന്നുള്ളതാണ്. അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം ലാനിന എന്ന് പറയുന്ന ഓപ്പോസിറ്റ് കണ്ടീഷനിലൂടെ അവിടെ തന്നെ സാധ്യമാണ്. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ഒന്നും അത്തരത്തിലുള്ള ഒരു ബാലൻസിങ് കൗണ്ടർ ബാലൻസിങ് ആയിട്ടുള്ള ആ ഒരു പ്രതിപ്രവർത്തനം അത്ര ശക്തമല്ല. അതോടൊപ്പം തന്നെ പോളാർ റീജിയനുമായിട്ട് നമ്മുടെ അറബിക്കടലിന് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അറബിക്കടലിൽ ഉണ്ടാകുന്ന ചൂട് അല്ലെങ്കിൽ താപം അവിടെ തന്നെ കുറച്ചു നാളം തങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് കാലഘട്ടമായിട്ട് നമ്മൾ അറബിക്കടലുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അതിതീവ്രമായിട്ടുള്ള ന്യൂനമർദ്ദങ്ങളും ചുഴലിക്കാറ്റുകളും അതുപോലെ തന്നെ തീരപ്രദേശത്തോട് ചേർന്ന് കട്ടികൂടിയ വലിയ മേഘരൂപീകരണവും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം അറബിക്കടലിൽ ഉണ്ടാകുന്നത്. ഈ കടലിന് ചൂട് കൂടുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഈ മാലിന്യ നിക്ഷേപം അതുപോലെ അണുസ്ഫോടനം അതൊക്കെ ഇതിന് ബാധകമാണോ? അതോ ഈ സ്വഭാവമായിട്ട് പ്രകൃതിയിലെ ഒരു പ്രതിഭാസമായിട്ട് ആണോ ഇതിനെ കണക്കാക്കേണ്ടത്? സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ ഭൂമിയിൽ ഈ മാനുഷിക പ്രവർത്തനം കൊണ്ട് നിക്ഷേപിക്കുന്ന ചൂടിന്റെ ഒരു 93% വലിച്ചെടുക്കുന്നത് സമുദ്രങ്ങളാണ്. ബാക്കി ഒരു 7-8% മാത്രമേ നമ്മുടെ ലാൻഡും അന്തരീക്ഷത്തിലും ഒക്കെ നിലനിൽക്കുന്നുള്ളൂ. അപ്പം ഈ നമ്മൾ കൂടുതൽ എക്സസ് ആയിട്ട് നമ്മുടെ ഭൂമിയെ ചൂടാക്കുകയാണെങ്കിൽ അത് കൂടുതലും അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ സമുദ്രങ്ങളാണ്. അപ്പം അതിന്റെ ഇമ്മീഡിയറ്റ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സമുദ്രങ്ങൾ ഏറ്റവും വേഗം ചൂട് പിടിക്കും. അതോടൊപ്പം തന്നെ സമുദ്രത്തിന്റെ ഉപരിതലം മാത്രമല്ല സമുദ്രത്തിന്റെ താഴെ തട്ടിലേക്കും ഈ ചൂടിനെ അത് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകത അറബിക്കടലിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പസഫിക്കിലൊക്കെ ഒരു ടോപ്പായിട്ടുള്ള വളരെ ചെറിയ ഡെപ്തിൽ മാത്രമേ ഈ ചൂട് നിലനിൽക്കുന്നുള്ളൂ. അറബിക്കടലിൽ ഈ ചൂടാകുന്ന ആ ഒരു വാട്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് കൂടുതൽ ആഴത്തിലേക്ക് ഈ ചൂട് സംഭരിക്കപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെ പല അത് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള മെക്കാനിസം അറബിക്കടലിലില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചൂടിന്റെ
വലിയ ഏകദേശം 90% നമ്മൾ സമുദ്രങ്ങളിലാണ് ഇത് വലിച്ചെടുക്കപ്പെടുന്നത്. അത് അറബിക്കടലിൽ കൂടുതൽ വലിച്ചെടുക്കപ്പെടുന്നു, അത് അവിടെ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് അറബിക്കടലിന്റെ കൂടുതൽ ഡെപ്തിലേക്ക് ഈ താപം ആഗിരണം ചെയ്യപ്പെടുന്നു. അങ്ങനെ നോക്കുമ്പോൾ അറബിക്കടലിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ അത് പ്രത്യേകിച്ചും പശ്ചിമ തീരപ്രദേശത്തെ ജനജീവിതത്തെ അത് പ്രതികൂലമായിട്ടുള്ള ബാധിക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മുൻകരുതലുണ്ടാവണമല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു ഉഷ്ണതരംഗം വരുന്നു, അല്ലെങ്കിൽ ചൂട് കൂടുന്നു. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ അടുത്ത സീസണ് മെയ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ജൂണാണ്. ജൂൺ മാസം വരുന്നത് പിന്നെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നത് തീവ്ര മഴയെക്കുറിച്ചും ഉരുൾപൊട്ടലിനെക്കുറിച്ചും കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചുമാണ് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തുമ്പോഴും ഇതിന് ഓരോ പ്രതിഭാസത്തിനും ഓരോ പ്രിക്കോഷൻസ് ഉണ്ടല്ലോ. അത്തരം പ്രിക്കോഷൻസ് എപ്രകാരമാണ്? ഈ അടുത്തൊരു സീസണെ നമ്മൾ എങ്ങനെ ബാധിക്കും? എന്ത് പ്രിക്കോഷൻസാണ് നമ്മുടെ ഭരണകൂടങ്ങൾ കൈക്കൊള്ളേണ്ടത്? അല്ല, ഭരണകൂടങ്ങൾ ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ഇത്തരം പോളിസി മേക്കിങ്ങിലും ഒക്കെ ഉണ്ടാകുന്ന ഡിലേ കാരണമാണ് ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് ഭൂമി എത്തിച്ചേരാനുള്ള പ്രധാന കാരണം. അത് ആഗോളതലത്തിൽ തന്നെ ഈ പോളിസി മേക്കിംഗ് ഈ രൂപത്തിൽ നടക്കാത്തതിന്റെ ഒരു വലിയ പ്രശ്നമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഇത് എന്താ പറയുന്നത്, നമ്മുടെ ഇതൊരു ആഗോള താപനം എന്ന് പറയുന്നത് ആഗോള പ്രശ്നമാണെങ്കിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതലും അനുഭവിക്കുന്നത് താഴെത്തട്ടിൽ പ്രാദേശിക അടിസ്ഥാനത്തിലാണ്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതുമായിട്ട് കൂടുതൽ അഡാപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ശേഷിയില്ലാത്ത ദുർബല ജനവിഭാഗങ്ങളായിട്ടുള്ള, ഡയറക്റ്റായിട്ട് ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന കൃഷിക്കാരെയും മത്സ്യത്തൊഴിലാളികളെയും അതുപോലെ തന്നെ ആദിവാസി ട്രൈബൽസിനെ പോലുള്ള ഇത്തരം ഗ്രൂപ്പുകളെയാണ്, ഇത്തരം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ദുർബല ജനവിഭാഗങ്ങളെയാണ് ഈ ആഗോളതലത്തിലായാലും പ്രാദേശിക അടിസ്ഥാനത്തിലായാലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ ദുരന്ത ഫലങ്ങൾ എപ്പോഴും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ പോളിസി എന്ന് പറയുന്നത് ഒരു പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒരു ജനങ്ങളെയും ഇത് അനുഭവിക്കുന്ന ജനങ്ങളെയും കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് എന്ന് പറയും. അതായത് പ്രാദേശിക അടിസ്ഥാനത്തിൽ തന്നെ ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുവാൻ വേണ്ടി പ്രാദേശിക ഭരണകൂടങ്ങൾ അതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ്. അതിന് വേണ്ട എക്വിപ്മെന്റ്സ്, അല്ലെങ്കിൽ അതിന് വേണ്ട സജ്ജീകരണങ്ങൾ, അതിന് വേണ്ട സഹായങ്ങളും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ആയിരിക്കണം ഒരുപക്ഷെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഒക്കെ ഒരു പങ്ക്. അതിപ്പം ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാദേശിക തലത്തിലുള്ള ഒരു സംവിധാനങ്ങൾക്ക് മാത്രമേ ഇത്തരം പ്രാദേശിക വിഷയങ്ങളെ കൂടുതൽ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രാദേശിക ജനവിഭാഗങ്ങൾക്കും പ്രാദേശിക സമൂഹങ്ങൾക്കും ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ മാത്രമേ ഇനിയും നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ പ്രാദേശിക അടിസ്ഥാനത്തിൽ നേരിടാൻ സാധിക്കുകയുള്ളൂ. അതിന് പ്രാദേശിക ഭരണകൂടങ്ങളെയും ലോക്കൽ കമ്മ്യൂണിറ്റീസിനെയും മറ്റും സജ്ജമാക്കുക എന്നുള്ളതാണ് ഒരു പോളിസി ഇന്റർവെൻഷനിലൂടെ ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതായത് കൃഷിക്കാരെ സജ്ജമാക്കുക, ട്രൈബൽസിനെ ആയാലും മത്സ്യത്തൊഴിലാളികളെ ഒക്കെ ആയാലും ഇവരെ ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ഒക്കെ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സാധാരണ മനുഷ്യർ ഇരകളാകുമ്പോൾ അവിടെ സ്വീകരിക്കപ്പെടുന്ന ഒരു സുസ്ഥിരമായ കാലാവസ്ഥ ഒരു പഠനവും അതോടൊപ്പം തന്നെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു നടപ്പാക്കൽ രീതിയും യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ഒക്കെ സ്വീകരിച്ചു വരുന്നുണ്ടോ? അത് എത്രമാത്രം നമ്മൾ അങ്ങനെ അതിനെ വിലയിരുത്താം? അല്ല, അത് ആഗോളതലത്തിൽ തന്നെ അതിന് ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. ഇപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്ന അതിൽ അധിഷ്ഠിതമായിട്ടുള്ള 17 ലക്ഷ്യങ്ങൾ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അധിഷ്ഠിതമായിട്ടാണ് ഓരോ ഭരണകൂടങ്ങളും ഇപ്പൊ UN പാർട്ടായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു
ഫ്രെയിം വർക്കാണ്. അപ്പൊ അതിനനുസരിച്ചാണ് പല പോളിസികളും ആഗോളതലത്തിൽ തന്നെ നിശ്ചയിക്കപ്പെടുന്നതും ഒരു ഒരു നാഷണലായിട്ട് നിശ്ചയിക്കപ്പെടുന്നതും ഒരു സ്റ്റേറ്റിലേക്കും അല്ലെങ്കിൽ ഒരു പ്രാദേശിക ഭരണകൂടത്തിലേക്കും ഒക്കെ ഓരോരോ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഉദാഹരണത്തിന് ഒരു പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജില്ല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 17 എണ്ണത്തിൽ ഏതിനായിരിക്കണം കൂടുതൽ പ്രയോറിറ്റി? അപ്പൊ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 13ാമത്തെ വികസന ലക്ഷ്യം എന്ന് പറയുന്ന ക്ലൈമറ്റ് ആക്ഷൻ, കാലാവസ്ഥ പരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ അത് നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. അപ്പൊ അത് കാലാവസ്ഥാപരമായിട്ട് നമ്മുടെ മേഖല കഴിഞ്ഞ 10 വർഷമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് മറ്റെല്ലാ പ്രശ്നങ്ങളെക്കാളിലും വളരെ ഉയർന്നതാണ്. അപ്പൊ അതിന്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പം കാലാവസ്ഥ പ്രവർത്തനങ്ങൾ, അതായത് ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്ന 13ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അതിനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഘടകങ്ങൾ, അതായത് പുവർട്ടി, ലോ പുവർട്ടി, ഹങ്കർ, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ സിറ്റീസ്, അതുപോലെ തന്നെ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ്. അപ്പൊ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കുറച്ചു കൊണ്ടുവരുവാൻ വേണ്ടി, എന്നാൽ ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ ഇത്തരം അതിതീവ്ര സംഭവങ്ങളുമായിട്ട് പൊരുത്തപ്പെടുവാൻ വേണ്ടിയുമുള്ള തരത്തിൽ നമ്മുടെ നയരൂപീകരണം മാറേണ്ടതായിട്ടുണ്ട്. അവസാനമായി ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താണ് പറയാൻ? നമ്മൾ ഒരു 30 വർഷം മുമ്പേ കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ അതിതീവ്ര കാലാവസ്ഥാ സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ ഒരു ഇരകളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ വ്യക്തി എന്ന നിലയിൽ, സമൂഹം എന്ന നിലയിലും, ഒരു ഭരണകൂടം എന്ന നിലയിലും എടുക്കേണ്ടതായിട്ടുള്ള ചില കർത്തവ്യങ്ങളുണ്ട്. അപ്പം വ്യക്തി എന്ന നിലയിൽ നമ്മൾ എടുക്കേണ്ട പല പല മാറ്റങ്ങൾ, അതിപ്പം ഒരു മാലിന്യ സംസ്കരണം, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, കൂടുതലും എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ വീടുകളിലും മറ്റും കൂടുതൽ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള സോളാർ പവറിലേക്ക് മാറുക, ഇങ്ങനെ കൂടുതൽ ദൂരം സൈക്കിളിൽ സഞ്ചരിക്കുക, പൊതുഗതാഗതം ഉപയോഗിക്കുക എന്ന് തുടങ്ങിയ നമ്മൾ വ്യക്തി എന്ന നിലയിൽ എടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക ഭരണകൂടം അല്ലെങ്കിൽ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, ഇപ്പൊ ലോ കാർബൺ, നെറ്റ് സീറോ എമിഷൻ, ലോ കാർബൺ എമിഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകുക, കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുക. അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ എടുക്കേണ്ട കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും നമ്മുടെ എല്ലാവരുടെയും ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഈ കാലാവസ്ഥ മാറ്റം അല്ലെങ്കിൽ ആഗോളതാപനത്തെ പിടിച്ചു നിർത്തുന്നതിനും അതിനെ നമ്മുടെ ജനവിഭാഗങ്ങൾക്ക് എങ്ങനെ പൊരുത്തപ്പെടാം എന്നതും ഇതും കൂടി അധിഷ്ഠിതമായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അങ്ങനെ മാറാൻ സാധിക്കട്ടെ. കാരണം ഇത് ഓൾറെഡി തന്നെ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനിയും അത് നമ്മൾ ഡിലേ ചെയ്തു കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നങ്ങളായി. അപ്പൊ ഇതുവരെ നമ്മൾ കാണുന്നതെല്ലാം ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. അപ്പം ഇനിയും നമ്മൾ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോയില്ല എങ്കിൽ ഇതിനേക്കാളും വലിയ വിഷയങ്ങളായിരിക്കും നമ്മൾ ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരിക. ഫേസ് ടു ഫേസിൽ ഇത്രയും നേരം അതിഥിയായി സംസാരിച്ചത് ഡോക്ടർ എസ് അഭിലാഷ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഭൗമശാസ്ത്ര വിഭാഗം മേധാവിയാണ്. വളരെയധികം നന്ദി. താങ്ക് യു. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ്